സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ശ്രീം ഗുരുഭ്യോ നമഃ. നമസ്കാരം. മഹാശിവരാത്രി ഒരു പൗത്രീകരിക്കപ്പെട്ട ജീവനാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഉറപ്പായും ദൈവം എന്നുള്ളത് അലയടിക്കും. അതിനെ കണ്ടെത്താനായി തൃപ്തിയില്ലാത്ത, അതിനെ അറിയണം എന്നുള്ളൊരു മനസ്സിന് നിങ്ങൾ ചുമന്നുകൊണ്ട് നടക്കും. ദൈവത്തെ തേടുന്നതൊക്കെ കിട്ടും, ഉറപ്പാണ്. എന്നാൽ നമ്മുടെ കാഴ്ചപ്പാടിലൂടെയോ വാക്കിലൂടെയോ അങ്ങനൊന്നുമല്ല അത് സാധ്യമാവുന്നത്. മഹാശിവരാത്രി തിരിച്ചറിവിൻ്റെ രാത്രിയാണ്. നമ്മൾ ദൈവത്തെ കാണാൻ ആഗ്രഹിക്കുന്നു. ഇതാണ് നമ്മുടെ മനുഷ്യബുദ്ധിയുടെ ഇന്ദ്രിയ കൊണ്ട് നിർമ്മിതമായിരിക്കുന്ന ചിന്തകളിൽ നിന്നും അറിവുകളിൽ നിന്നും ലഭിച്ചിരിക്കുന്നത്. പ്രാണനെന്നറിയണമെങ്കിൽ പ്രാണൻ സ്പന്ദിക്കണം. എന്നാൽ മാത്രമേ പ്രാണന്റെ ശൂന്യത അനുഭവിക്കാൻ കഴിയുള്ളൂ. സ്വാമി വിവേകാനന്ദൻ ശ്രീരാമ പരമഹംസദേവൻ്റെ അരികിൽ ചെന്ന് പറഞ്ഞു, എനിക്ക് ദൈവത്തെ കാണിച്ചു തരുമെന്ന്. ദൈവത്തെ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടാൽ മാത്രമേ ഞാൻ അതിനെ വിശ്വസിക്കുള്ളൂ എന്ന് പറഞ്ഞു. അദ്ദേഹം കാൽപാദങ്ങൾ എടുത്തു വെച്ച് സ്വാമി വിവേകാനന്ദൻ്റെ നെഞ്ചത്തോട്ട് ചേർത്ത് വെച്ചു. എന്തെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ആ തിരിച്ചറിവും ആ സമാധി സ്ഥിതിയും അനുഭവിച്ചു. ഇതേപോലെ അനുഭവത്തെയും സ്പന്ദനത്തെയും സ്വന്തമാക്കാൻ നിങ്ങൾക്ക് മഹാശിവരാത്രി ഞാൻ നിങ്ങളോടൊപ്പം ചേരുകയാണ്. ഓരോ ശിവരാത്രി കഴിയുമ്പോഴും നിങ്ങളുടെ ഗ്രഹണം വർദ്ധിക്കുന്നത്, ധാരണ വർദ്ധിക്കുന്ന നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ കഴിയും. നോക്കൂ, ഞാൻ ജനിച്ച സാഹചര്യങ്ങളിൽ ശിവരാത്രി എന്താണെന്നുള്ളതൊന്നും എനിക്കറിയില്ലായിരുന്നു. എൻ്റെ വീട്ടുകാർ ഉറങ്ങാതിരിക്കും എന്ന് മാത്രം അറിയാം. ശിവരാത്രി എന്തെന്നുള്ളത് അനുഭവത്തിലൂടെ മനസ്സിലാക്കിയ ഒരാളാണ് ഞാൻ. ഇന്ന് 100-ലധികം ആൾക്കാരെയും ഞാൻ ഒറ്റയ്ക്കിരുന്ന് അനുഭവിച്ച അനുഭൂതി ഞാൻ അവർക്കും പകർന്നു നൽകുന്നു. അതിൻ്റെ ഇടയിൽ ഒന്നുമില്ല, ഭിന്നതയില്ലാതെ ഇവിടെ അനുഭവിക്കുന്നത് അവിടെ അനുഭവിക്കാൻ കഴിയുന്ന ഒരവസ്ഥ. പുരാണങ്ങളും ഇതിഹാസങ്ങളും ശിവരാത്രിയുടെ മഹത്വത്തിനെ വർണ്ണിക്കുന്നു. അതും മഹത്തേറിയ ഒന്നാണ്. അതാണത് മഹാ എന്ന് പറയുന്നത്. മഹാശിവരാത്രി, ശിവൻ്റെ ഒരു രാത്രി. 365 ദിവസത്തിലും ഈ രാത്രിക്ക് മാത്രം ഇത്രയേറെ പ്രത്യേകത. നമ്മുടെ ഇന്ദ്രിയങ്ങൾ കുറച്ചൊന്ന് പിന്നോട്ട് വലിയുമ്പോൾ മാത്രമേ ശൂന്യമായിരിക്കുന്ന ആനന്ദത്തെ അറിയാൻ കഴിയുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ മൂലാഗ്നി, ഇതാണ് എല്ലാ അനുഭവങ്ങളെയും സൃഷ്ടിക്കുന്നത് ജീവൻ്റെ. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സുഖം കിട്ടുന്നത് നിങ്ങളുടെ ലൈംഗികതയിലാണ്. അത് പക്ഷേ ഏതാനും നിമിഷങ്ങൾ മാത്രം നിലനിൽക്കുന്നു. 24 മണിക്കൂർ അതിനെ പിടിച്ചു നിർത്താൻ കഴിയില്ല ആ സുഖത്തെ. എന്നാൽ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് സംഭവിക്കുന്ന ഏറ്റവും ഉയർന്നൊരു സുഖമാണത്. നിങ്ങളൊന്ന് ആലോചിച്ച്, നിങ്ങളുടെ ഉള്ളിൽ ഈ ഒരു ആനന്ദമുണ്ടെന്നുള്ളത്.
ഈ മൂലാഗ്നി നിങ്ങളിൽ വർദ്ധിക്കുമ്പോൾ നിങ്ങളുടെ കുണ്ടലിനിയിൽ സ്പർശിക്കുന്നു. ലൈംഗികതയും ആത്മീയതയും ഒന്നാന്നല്ല ഇതിൽ പറയുന്നതിൻ്റെ അർത്ഥം. ലൈംഗിക ഊർജം, വീരം ഇതിനെ നിർബന്ധ പ്രയത്നം ഉണ്ടാക്കുന്നു ആധ്യാത്മ്യത്തിലേക്ക് ഉണരാൻ. എന്നാൽ ഇതിൻ്റെ സ്പർശനം നമ്മളിലുണ്ടാക്കുന്ന ഒരു ആനന്ദ അനുഭൂതിയുണ്ട്. അത് നിങ്ങളുടെ ഭൗതിക കാഴ്ചപ്പാടിൽ അതിനെ മനസ്സിലാക്കാൻ കഴിയില്ല. ഇത് സ്പന്ദിക്കുമ്പം നിങ്ങളുടെ ഉള്ളിലെ ആനന്ദത്തെ നിങ്ങൾക്ക് അറിയാൻ കഴിയും. ശിവൻ ബോധമായിരിക്കുന്നു. നിങ്ങളുടെ ഇന്ദ്രിയങ്ങളെല്ലാം ഒതുങ്ങുമ്പോൾ ശിവൻ നിങ്ങളിലേക്ക് ജനന മരണ സ്മൃതികളെ നിങ്ങളുടെ ഉള്ളിൽ ഡൗൺലോഡ് ചെയ്യുന്നത് തന്നെ. നിങ്ങൾ എപ്പോഴും ചുമന്ന് നടക്കേണ്ടെന്നല്ല, നിങ്ങൾക്ക് വ്യക്തത നന്നായി കൈവരിയുന്നു. തൃശ്ശൂരിൽ നിന്ന് പാലക്കാട്ടോട്ട് എങ്ങനെ പോകേണ്ടതെന്ന് നിങ്ങൾക്ക് വഴി അറിയാമെന്നുണ്ട്. നിങ്ങൾ പോയിട്ടില്ലായിരിക്കും, പക്ഷെ നിങ്ങൾക്ക് എന്തോ ഒരു ഓട്ടോമാറ്റിക്കലി വഴി അറിയാം. നിങ്ങൾ കറക്റ്റായിട്ട് ആ സ്ഥലത്തേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നു. ഇതേപോലെ ജീവിത സാഹചര്യങ്ങളിൽ നിങ്ങളൊരു പോവാത്ത വഴിയെ നിങ്ങൾക്ക് അറിയാമെന്നുള്ളിൽ നല്ല ബോധ്യമുണ്ട്. എന്നല്ലാതെ നിങ്ങൾ പോയാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എത്താനും കഴിയുമെന്ന് നിങ്ങളുടെ ഉള്ളിൽ സംശയമില്ല എത്തുമെന്നുള്ള കാര്യത്തിൽ. അത്രയേറെ ക്ലാരിറ്റി നിങ്ങളെ അലട്ടുന്ന മനസ്സും അപ്പോൾ ഉണ്ടാവില്ല. ഉള്ളിൽ ഡൗൺലോഡ് ചെയ്യപ്പെട്ടു ഇതേപോലൊരു ധാരണയുണ്ടാവും. നിങ്ങൾക്ക് ഇത്രയും ആനന്ദം നിറഞ്ഞിരിക്കുന്ന ഒരു ജീവിതമാണിത്. ഇതിനെ നഷ്ടപ്പെടുത്തരുത്. ഇതിനെ അനുഭവിക്കണം. ആധ്യാത്മികത വെറുമൊരു മരണചിന്തകളിൽ മാത്രം ഒതുങ്ങുന്നതല്ല. അതിൻ്റെ യാഥാർത്ഥ്യത്തെ എപ്പോഴും ഞാൻ മനസ്സിലാക്കാൻ പറയും. എന്നാൽ ആത്മീയ സുഖം വളരെ വലുതാണ്. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് സംഭവിക്കുന്നതാണ് എല്ലാ അനുഭവങ്ങളും. അനുഭവത്തിൻ്റെ ഏറ്റവും ഉയർന്ന അനുഭവത്തെ നിങ്ങൾ സ്വന്തമാക്കിയാൽ ജീവിക്കാൻ അതിൻ്റെ അപ്പുറത്തേക്ക് വേറൊന്നും വേണ്ടി വരില്ല. തിരിച്ചറിവിൻ്റെ പുറത്ത് ജീവിക്കാൻ, അത് കൈവരിക്കാൻ പറ്റുന്ന ശിവൻ സാമീപ്യം നൽകിക്കൊണ്ട് നിങ്ങൾക്ക് ഈ മഹാശിവരാത്രിയിൽ എൻ്റെ ഒപ്പം പങ്കുചേരാം. ഈ വട്ടത്തെ മഹാശിവരാത്രി തിരുവണ്ണാമലയിൽ വെച്ചാണ് കണ്ടക്ട് ചെയ്യുന്നത്. ഇതിൽ ജനുവരി മാസം ആദ്യം തന്നെ സാധന ആരംഭിക്കും. 48 ദിവസവും 21 ദിവസവും 14 ദിവസവും 7 ദിവസവും 5 ദിവസവും 3 ദിവസവും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ പോലെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ആധ്യാത്മിക സത്യത്തെ മനസ്സിലാക്കണം എന്നുള്ള തീവ്രത പോലെ നിങ്ങൾ പങ്കുചേരുക ഇതിലേക്ക്. തിരുവണ്ണാമലയിൽ നിങ്ങൾക്ക് താമസിക്കാനുള്ളതും അതേപോലെ തന്നെ ഭക്ഷണ സൗകര്യങ്ങളും എല്ലാം ഒരുക്കിക്കൊണ്ടുള്ളതാണ്. വളരെ ഇൻറ്റൻസീവായിട്ടുള്ള സാധനാ രീതികളാണ്, സിദ്ധവിദ്യയായി ബന്ധപ്പെടുത്തിയുള്ളതാണ്. ശിവരാത്രി ഒരു കാര്യം ഉറപ്പ് തരാം, നിങ്ങളാരും ആ ഒരു സ്പന്ദനത്തെ അനുഭവിക്കാതെ പോവില്ല ഈ ഒരു സാധനയിൽ പങ്കുചേർന്നാൽ. അത് ഞാൻ ഉറപ്പ് നൽകാം. നിങ്ങൾക്ക് സ്വാമി വിവേകാനന്ദൻ അറിഞ്ഞതുപോലെ എന്താണ് ഈ ബ്ലിസ് എന്നൊന്ന് തിരിച്ചറിയുക. ശിവരാത്രി ഒരു ഉയർന്ന സാധ്യതയാണ്, അതിന് ഉപകരിക്കുക. കൂടുതൽ വിവരങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് നമ്പറുണ്ട്, അതിൽ മെസ്സേജ് ചെയ്യുക. ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം, എങ്ങനെ ചേരാം, ബാക്കിയുള്ള ഡീറ്റെയിൽസുമൊക്കെ. എല്ലാവർക്കും നമസ്കാരം.